ഹരിയാനയിലെ മനേസറിലെ മൊഹമ്മദ്പൂർ ഭാഗങ്കി ഗ്രാമം. പുതിയ വീട് നിർമ്മാണത്തിന്റെ ഭാഗമായി സ്ഥലം ഒരുക്കുകയാണ് ചിലർ. മണ്ണെടുക്കാൻ JCB എത്തിയിട്ടുണ്ട്. പതിവ് പോലെ JCB ഡ്രൈവർ മണ്ണ് മാന്താൻ ആരംഭിച്ചിരിക്കുന്നു. പെട്ടെന്നാണ് തന്റെ ജോലിക്ക് തടസ്സമുണ്ടാക്കുന്ന എന്തോ ഒന്ന് ആ മണ്ണിൽ അമർന്നു കിടക്കുന്നത് പോലെ അയാൾക്ക് അനുഭവപ്പെട്ടത്. ആദ്യം തോന്നലായിരിക്കുമെന്ന് കരുതിയെങ്കിലും അങ്ങനെയല്ല. എന്തോ മണ്ണിനടിയിൽ നിന്ന് വലിക്കുന്നുണ്ട്. അയാൾ ആ ഭാഗത്തേക്ക് JCB ഉപയോഗിച്ച് പിന്നെയും കുഴിയെടുത്തുകൊണ്ടിരുന്നു. ഒടുവിൽ ആ തടസ്സം അയാളുടെ കൺമുന്നിലേക്കെത്തി. 3 വിഗ്രഹങ്ങൾ, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പ്രഭവിടാത്ത 3 വിഗ്രഹങ്ങൾ. ഈ കാഴ്ച കണ്ട് സ്ഥലമുടമ ഓടി വന്നു. അയാൾക്കും സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാനായില്ല. എന്തായിരുന്നു അത്? ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇന്നത്തെ വീഡിയോ. അതിനു മുൻപ് ഒരു ചോദ്യം: നിങ്ങളുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള പുരാതന വസ്തുക്കൾ ലഭിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഭൂമിയിൽ അടക്കം ചെയ്ത ഭൂതകാലത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ പൂർവികരുടെ ജീവിതങ്ങളും സംസ്കാരങ്ങളും വരെ പിന്നീട് ആ മണ്ണിൽ നിന്ന് നമ്മൾ വായിച്ചറിഞ്ഞിട്ടുണ്ട്. ചരിത്രാന്വേഷികൾ ആ ഭൂമിയിൽ പിന്നെയും സഞ്ചരിക്കും. ഓരോ യാത്രയിലും പുതിയ കണ്ടെത്തലുകൾ സ്വാഭാവികമാണ്. അങ്ങനെ എത്ര ഭൂമികൾ ഖനനം ചെയ്തിരിക്കുന്നു. മണ്ണ് ഒളിപ്പിച്ചു വെച്ച ചരിത്രത്തെ എത്ര തവണയാണ് നമ്മൾ കണ്ടെത്തിയത്? അങ്ങനെ ഒരു കണ്ടെത്തലിലാണ് ഹരിയാനയിലെ പുരാവസ്തു ഗവേഷകരും. 400 വർഷം പഴക്കമുള്ള വിഗ്രഹങ്ങളാണ് മണ്ണിൽ നിന്നും അവർ കുഴിച്ചെടുത്തത്. 400 വർഷം പഴക്കമുള്ള വെങ്കല വിഗ്രഹങ്ങളാണ് ഹരിയാനയിൽ ഒരു വീട് നിർമ്മാണത്തിനിടെ കണ്ടെത്തുന്നത്. ഹരിയാനയിലെ മനേസറിലെ മൊഹമ്മദ്പൂർ ഭാഗങ്കി ഗ്രാമത്തിലാണ് ഈ സംഭവം നടന്നത്. വീട് നിർമ്മിക്കുന്നതിനായി മണ്ണ് മാന്തുന്നതിനിടയിലാണ് 400 വർഷത്തോളം പഴക്കമുള്ള 3 വെങ്കല വിഗ്രഹങ്ങൾ കണ്ടെത്തുന്നത്. വിഗ്രഹങ്ങൾ കണ്ടുകിട്ടിയെന്നും പ്രദേശത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ അനുമതി നിഷേധിച്ചതായും പോലീസ് പറഞ്ഞതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പ്രദേശത്ത് ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങളോ മറ്റ് വിഗ്രഹങ്ങളോ ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയാൻ പുരാവസ്തു വകുപ്പ് ഖനനത്തിന് ഇപ്പോൾ തയ്യാറെടുക്കുകയാണെന്നാണ് archaeonews.net റിപ്പോർട്ടിൽ പറയുന്നത്. ഹിന്ദു ദൈവങ്ങളായ വിഷ്ണു, ലക്ഷ്മി വിഗ്രഹങ്ങളാണ് ഇവിടെ നിന്നും ലഭിച്ചിട്ടുള്ളത്. 1.5 അടി നീളമുള്ള വിഷ്ണു വിഗ്രഹവും 1 അടി നീളമുള്ള ലക്ഷ്മി വിഗ്രഹവുമാണ് പ്രദേശത്ത് നിന്നും കണ്ടെത്തിയത്. കുട ചൂടിയ അനന്തൻ ഉൾപ്പെടുന്നതാണ് വിഷ്ണു വിഗ്രഹം എന്നതും ശ്രദ്ധേയമാണ്. എന്നാൽ ഇരിക്കുന്ന രൂപത്തിലാണ് ലക്ഷ്മി വിഗ്രഹം കണ്ടുകിട്ടിയിട്ടുള്ളത്. ഇവയേക്കാൾ ചെറിയതും അനന്തശയനത്തിലുള്ള വിഷ്ണുവും ലക്ഷ്മിയും അടങ്ങുന്നതാണ് 3ാമത്തെ വിഗ്രഹം. സങ്കീർണമായ കൊത്തുപണികൾ കൊണ്ട് അലങ്കരിച്ച സുന്ദരമായ വിഗ്രഹങ്ങളാണിപ്പോൾ കണ്ടുകിട്ടിയിട്ടുള്ളത്. 15 അടിയോളം താഴ്ചയിൽ കണ്ടെത്തിയ വിഗ്രഹങ്ങൾ വെങ്കലത്തിൽ നിർമ്മിച്ചത് എന്നതാണ് മറ്റൊരു പ്രത്യേകത. പുതിയ വീട് നിർമ്മാണത്തിന്റെ ഭാഗമായി സ്ഥലത്തിന്റെ ഉടമ JCB ഉപയോഗിച്ച് കുഴിയെടുക്കുന്നതിനിടെയായിരുന്നു വിഗ്രഹങ്ങൾ തടഞ്ഞത്. പിന്നീട് വിശദമായി പരിശോധിച്ചപ്പോഴാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വിഗ്രഹങ്ങളാണ് അവയെന്ന് മനസ്സിലായത്. എന്നാൽ ഇക്കാര്യം പുറം ലോകം അറിഞ്ഞാൽ ഉണ്ടായേക്കാവുന്ന പ്രത്യാഘാതങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാകണം സ്ഥലമുടമ JCB ഡ്രൈവറിന് പണം നൽകി ഇക്കാര്യം ആരും അറിയാതെ ശ്രദ്ധിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. എന്നാൽ സംഭവം നടന്ന് 2 ദിവസത്തിനു ശേഷം JCB ഡ്രൈവർ തന്നെ ബിലാസ്പൂർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ വിവരം പുറം ലോകത്തേക്ക് എത്തുന്നത്. മണ്ണിനടിയിൽ വിഗ്രഹങ്ങൾ കണ്ടെത്തിയതോടെ പ്രദേശത്ത് ഭഗവത് സാന്നിധ്യമുണ്ടെന്നാണ് ഗ്രാമവാസികൾ വിശ്വസിക്കുന്നത്. വിഗ്രഹങ്ങൾ പഞ്ചായത്തിനെ ഏൽപ്പിക്കണമെന്നും പ്രദേശത്ത് ഒരു ക്ഷേത്രം നിർമ്മിച്ച് വിഗ്രഹപ്രതിഷ്ഠ നടത്തണമെന്നുമാണ് അവിടുത്തെ ജനങ്ങളുടെ ആവശ്യം. എന്നാൽ ഇപ്പോൾ ഈ വിഗ്രഹങ്ങളുടെ ഉത്തരവാദിത്തം പൂർണ്ണമായും പുരാവസ്തു വകുപ്പിനാണ്. ജനങ്ങൾ അവരുടെ ആവശ്യം അറിയിച്ചെങ്കിലും പുരാവസ്തു വകുപ്പ് ഈ ആവശ്യങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. ലഭിച്ച വിഗ്രഹങ്ങൾ സർക്കാരിന്റെ സ്വത്താണെന്നും ഇതിൽ ആർക്കും വ്യക്തിപരമായ അവകാശമില്ലെന്നും പുരാവസ്തു വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ബനാനി ഭട്ടാചാര്യ ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കാലപ്പഴക്കവും പ്രത്യേകതകളും മറ്റും മനസ്സിലാക്കാൻ കൃത്യമായ പഠനം ആവശ്യമാണ്. കൂടുതൽ പഠനങ്ങൾക്കു ശേഷം വിഗ്രഹം പുരാവസ്തു വകുപ്പിന്റെ മ്യൂസിയത്തിലായിരിക്കും സൂക്ഷിക്കുക. പ്രാഥമിക നിഗമനത്തിൽ വിഗ്രഹത്തിന് 400 വർഷം പഴക്കം തോന്നിക്കുന്നുണ്ടെങ്കിലും കൃത്യമായ കാലഘട്ടം തിരിച്ചറിയാൻ വേണ്ടി കാർബൺ ഡേറ്റിംഗ് നടത്തണമെന്നും ബനാനി ഭട്ടാചാര്യ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. വിഗ്രഹങ്ങൾ ചിലപ്പോൾ ആരെങ്കിലും ഈ പ്രദേശത്ത് കുഴിച്ചിട്ടതാകാമെന്നും ഈ പ്രദേശത്തു നിന്നും പുരാവസ്തുക്കളൊന്നും ഇതുവരെ കണ്ടെത്തിയിട്ടില്ലെന്നും പുരാവസ്തു വകുപ്പ് കൂട്ടിച്ചേർക്കുന്നുണ്ട്. വിശദമായ പഠനത്തിന് ശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാവുകയുള്ളൂ. ശിലാലിഖിതങ്ങളോ മറ്റോ പ്രദേശത്ത് ഉണ്ടോ എന്നതും കണ്ടെത്തേണ്ടതായുണ്ട്. ഹരിയാനയിൽ നിന്ന് മുമ്പ് നിരവധി പുരാവസ്തുക്കൾ ഖനനത്തിലൂടെ ഇത്തരത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഫരീദാബാദിലെ ആരവലിസിലെ കൊത്തുപണികൾ, രാഖിഗർഹിലെ സിന്ധു നദീതട സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങൾ എന്നിവ സംസ്ഥാനത്തു നിന്നുള്ള പ്രധാന പുരാവസ്തു കണ്ടെത്തലുകളാണ്. വിഗ്രഹങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പഠനത്തിനു ശേഷം നമുക്ക് ലഭ്യമാകാമെന്ന വിശ്വാസത്തിലാണ് എല്ലാവരും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.